പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തിലെ മോഡൽ 1 ഒരു മോഡൽ മാത്രമേ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. അതിനകത്തിലെ ഒരു സംഖ്യയുടെ പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കാം, അത്രയും ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം എന്താണ് പെർസെൻറ്റേജ്. അതിനകത്തിലെ ആദ്യത്തെ ഇത്രയും ഭാഗം ഞാൻ എടുക്കുന്നു. പെർസെൻറ്റ് എന്താണ് പെർസെൻറ്റ് എന്നർത്ഥം പെർ 100, 100ൽ എത്രയാണ്, അതാണ് പെർസെൻറ്റേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 100നെ ബേസ് ചെയ്തിട്ട് 100ൽ എത്ര, ഇതാണ് പെർസെൻറ്റ്. പെർ 100 അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ നമുക്ക് പറയാം, പെർസെൻറ്റ് എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ 100 വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഡിനോമിനേറ്റർ 100 വരിക എന്ന് പറഞ്ഞാൽ എന്താണ്, പെർ 100 എന്നാണ് അർത്ഥം അല്ലേ. ഡിനോമിനേറ്റർ 100 വരിക എന്ന് വെച്ചാൽ പെർ 100 എന്നാണ് അർത്ഥം. അപ്പം ഡിനോമിനേറ്റർ 100 വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്തിലെ ന്യൂമറേറ്ററിനെ ഇങ്ങനെ വരുന്ന ഫ്രാക്ഷനകത്തിലെ ന്യൂമറേറ്ററിനെ നമ്മൾ വിളിക്കുന്നതാണ് റേറ്റ് പെർസെൻറ്റ്. ന്യൂമറേറ്ററിനെ വിളിക്കുന്നതാണ് റേറ്റ് പെർസെൻറ്റ്. ഇനി പെർസെൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ്, പെർസെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിളാണ് ദേ ഇങ്ങനെ അല്ലേ. നമ്മൾ ശതമാനം എന്ന് പറഞ്ഞ് നമ്മൾ ഇടുന്ന സൈൻ ഉണ്ടല്ലോ, സിമ്പിൾ ഉണ്ടല്ലോ, അതാണ് എന്ത് പെർസെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ നമുക്കിത് വെച്ച് പറയാം, പെർസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 100 വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങോട്ട് നോക്കിയേ, നമുക്ക് 45% എന്ന് ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ 45 ഡിവൈഡഡ് ബൈ 100 അല്ലേ. 100 ഡിനോമിനേറ്റർ വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ പെർസെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 45% എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, 45 ഡിവൈഡ് ബൈ 100. 50% എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, 50 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണോ. 1% എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, 1/100. ഓക്കെ. 99% എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, 99 ഡിവൈഡ് ബൈ 100. അപ്പോൾ 100ൽ എത്രയാണ്, അതാണ് പെർസെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു നമ്പറിനെ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിനോമിനേറ്റർ 100 ആക്കി അതിൻ്റെ ഡിനോമിനേറ്റർ 100ൽ വരുന്ന ഫ്രാക്ഷൻ ആക്കി എഴുതുക, അതാണ് നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോഴേ എന്താണ് പെർസെൻറ്റേജ് എന്ന് മനസ്സിലായല്ലോ. ഇനി കുറച്ച് സ്റ്റാൻഡേർഡ് പെർസെൻറ്റേജ് നമുക്ക് നോക്കാം. ഇതേ നോക്കിയേ, 1%. എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞാൽ 1% എന്ന് വെച്ചാൽ 1/100, 1/100 അല്ലേ. അപ്പോൾ 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 2% എന്ന് വെച്ചാൽ 2/100 അല്ലേ. 2/100 അല്ലെങ്കിൽ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/15 എന്ന് എഴുതാം അല്ലേ. 1/15 എന്ന് എഴുതാം. ഇനി 4% എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, 4/100 ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 1/25. ഇനി 5% എങ്ങനെ നമ്മൾ എഴുതുന്നത്, 5% 5/100 അല്ലേ. 5/100 അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം 1/20. ഇനി 10% നമ്മളെങ്ങനെ എഴുതുന്നത്, 10% 10/100. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1/10. ഓക്കെ. ഇനി 20%, 20%നെ എങ്ങനെ എഴുതാം നമുക്ക്, 20 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം അല്ലേ. 20 ഡിവൈഡ് ബൈ 100 അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 1/5 എന്ന് എഴുതാം. 1/5. ഇനി 25% എന്ന് വെച്ചാൽ എത്രയായിരിക്കും, 25 ഡിവൈഡ് ബൈ 100 നമുക്കതിനെ 1/4 എന്ന് എഴുതാം. ഇനി 50%നെ എങ്ങനെ എഴുതാം, 50/100 1/2 എന്ന് എഴുതാം, 1/2. ഇനി 75% എങ്ങനെ എഴുതാം നമുക്ക്, 75 ഡിവൈഡ് ബൈ 100 എന്ന് എഴുതാം അല്ലേ. 3/4 എന്ന് കിട്ടും, 3/4 എന്ന് കിട്ടും. ഓക്കെ ആണോ. ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന പെർസെൻറ്റേജുകളാണ്. ഈ പെർസെൻറ്റേജിൻ്റെയൊക്കെ ഫ്രാക്ഷനാണ് ദേ ഈ കൊടുത്തിരിക്കുന്നത്. ഈ പെർസെൻറ്റേജിൻ്റെയൊക്കെ ഫ്രാക്ഷനാണ് നമ്മൾ ദേ ഇപ്പുറത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയൊന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ.
അപ്പോൾ പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കുന്ന മനസ്സിലായോ? ഒരു പെർസെൻറ്റേജ് തന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്താ പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്തായിരിക്കും? അതേ ഡിവൈഡ് ബൈ ആ നമ്പറെ ഡിവൈഡ് ബൈ 100 അന്നേരം തന്നെ അത് എന്തായി ഫ്രാക്ഷനായി മാറി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയോ, ഇനി പഠിച്ചിരിക്കേണ്ട കുറച്ച് ശതമാനമുണ്ട്. നമുക്ക് കണക്കിനകത്തിലൊക്കെ അത് ഡയറക്റ്റ് ശതമാനം ഒരു സംഖ്യയുടെ ശതമാനം കാണാൻ തരുമ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിരിക്കേണ്ട കുറച്ച് ശതമാനത്തെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയേക്കുന്നത് നോക്കാം. 33 1/3%. 33 1/3% എത്രയാണ്? 33 1/3%നെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എത്ര കിട്ടും? 1/3 എന്ന് കിട്ടും. 1/3 33 1/3%നെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ എത്ര എന്ന് കിട്ടും? 1/3 എന്ന് കിട്ടും. അടുത്ത 12 1/2 12 1/2% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1/8 കിട്ടും. എത്ര കിട്ടും? 1/8 കിട്ടും. ഇനി 11 1/9 11 1/9% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 1/9. ഇനി 9 1/11% 9 1/11% എന്ന് വെച്ചാൽ 1/11. അടുത്ത 16 2/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 1/6. അടുത്ത 8 1/3% എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 1/12. 14 2/7% എന്ന് വെച്ചാൽ അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 1/7 എന്ന് കിട്ടും. 1/7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പഠിച്ചിരിക്കേണ്ട കുറച്ച് പെർസെൻറ്റേജിനെ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്. പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റണമെങ്കിൽ ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി അല്ലേ? ഇവിടെ 33 1/3% ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1/3. അതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റിയത്. ഇത് എന്തിനു വേണ്ടിയാണ് കാണാതെ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വരും ചോദ്യങ്ങളിൽ നമുക്ക് മനസ്സിലാവും എന്തിനു വേണ്ടിയായിരിക്കും ഇത് കാണാതെ പഠിക്കുന്നതെന്ന്. ഇത് കാണാതെ പഠിക്കുകയോ അല്ലെങ്കിൽ ചെയ്ത് നമ്മൾ ആ സമയത്ത് 33 1/3%നെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ അത്രയും സമയം നമ്മുടെ നഷ്ടപ്പെടും. അതിനുവേണ്ടി ഇതെന്ത് ചെയ്യുക? കാണാപ്പാഠം പഠിക്കുക. 33 1/3% എന്ന് വെച്ചാൽ ഫ്രാക്ഷനിലോട്ട് മാറ്റുമ്പോൾ 1/3 എന്ന് കിട്ടും. 12 1/2% എന്ന് വെച്ചാൽ 1/8 കിട്ടും. 11 1/9% എന്ന് വെച്ചാൽ 1/9 കിട്ടും. 9 1/11% എന്ന് വെച്ചാൽ 1/11 കിട്ടും. 16 2/3% എന്ന് വെച്ചാൽ 1/6 കിട്ടും. 8 1/3% എന്ന് വെച്ചാൽ 1/12 കിട്ടും. 14 2/7% എന്ന് വെച്ചാൽ 1/7 കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ പാഠത്തിൽ കാണാതെ പഠിക്കേണ്ടതാണ്. കുറച്ച് ഫ്രാക്ഷൻസ് കുറച്ച് പെർസെൻറ്റേജിനെ എങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഒരു പെർസെൻറ്റേജിനെ എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നതെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ഇനി ഒരു ഫ്രാക്ഷനെ എങ്ങനെ പെർസെൻറ്റേജിലാക്കാം? ഒരു ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? ഉദാഹരണം നമ്മളെടുത്ത് ചോദിക്കുകയാണ് 4/5 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 4/5 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മളോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് വേറൊരു കണക്ക് ചോദിക്കുന്നു. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് ഒരു ഫ്രാക്ഷനെ എങ്ങനെയാണ് ഇനി ഒരു പെർസെൻറ്റേജിലേക്ക് മാറ്റുന്നതെന്ന് നോക്കാം. 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മളോട് ചോദിക്കുന്നു. 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷൻ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ മെത്തേഡാണ്. ഇൻറ്റു 100 ചെയ്യുക. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്യുക. തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 20 എന്ന് കിട്ടും. 5ഉം 100ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. 20 × 4 80 എന്ന് കിട്ടും. അപ്പം 4/5 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 4/5 എന്ന് പറയുന്നത് 80% ആണ്. 80% ആണ് 4/5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100 ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അന്നേരം എന്താണ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് കണക്കിലേക്ക് പോകാം. ഫസ്റ്റ് കണക്ക് നോക്കിയേ. 4900-ൻ്റെ 10% എത്രയാണ്? 4900-ൻ്റെ 10%. 4900-ൻ്റെ 10% എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 4900-ൻ്റെ 10%. ഒരു നമ്പറിൻ്റെ
ശതമാനം കണ്ടുപിടിക്കാൻ ഒരു നമ്പർ തരുന്നു, അതിൻ്റെ ഇത്ര ശതമാനം കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഇവിടെ 4900-ൻ്റെ 10% കാണാനാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4900 നമ്മുടെ നമ്പർ അതേപോലെ എഴുതിയെടുക്കുന്നു, ഇൻറ്റു അതിനെ എന്ത് ചെയ്യുക, ഗുണിക്കുക, 10% കൊണ്ട് ഗുണിക്കുക. എന്താ 10% എന്ന് വെച്ചാൽ നമുക്കറിയാം 10% എന്ന് പറയുന്നത് 10/100 ആണ് അല്ലേ. പെർസെൻറ്റേജ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം /100 ആണ്. അപ്പം 10% നമ്മൾ 10/100 എന്ന് ചെയ്യുന്നു. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 490 എന്ന ആൻസർ കിട്ടും. അപ്പം 4900-ൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 490 ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ തരുവാണെങ്കിൽ എന്ത് ചെയ്യുക, ആ നമ്പരെ ഇൻറ്റു തന്നിരിക്കുന്ന പെർസെൻറ്റേജ്. ഓക്കെ ആണോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 42,000-ൻ്റെ 16/2/3 16/2/3% കാണുക. 16/2/3% കാണുക. 42,000-ൻ്റെ 16/2/3% കാണുക. ഇതാണ് പറഞ്ഞത്. എന്ത് ചെയ്യുക, കുറച്ച് പെർസെൻറ്റേജ് എങ്ങനെ ഫ്രാക്ഷനിലേക്ക് മാറ്റാമെന്ന് പഠിക്കാൻ മുമ്പേ പറഞ്ഞത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. നമ്പർ എഴുതുക, 42,000 നമ്പർ എഴുതി ഇൻറ്റു പെർസെൻറ്റേജ് കൊണ്ട് ഗുണിക്കുക അല്ലെ. ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യുക, നമ്പർ ഇൻറ്റു പെർസെൻറ്റേജ് ഗുണിക്കുക. 42,000 ഇൻറ്റു 16/2/3% ഗുണിക്കുക. ഇനി എന്ത് ചെയ്യണം, നമുക്ക് 42,000 ഇൻറ്റു 16/2/3 ഫ്രാക്ഷൻ എഴുതണം. 16/2/3 എന്ന് വെച്ചാൽ എത്ര വരും? 1/6 വരും അല്ലേ. 1/6. അപ്പോൾ 42,000 ഇൻറ്റു 1/6 എത്ര കിട്ടും നമുക്ക്? 7,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 7,000 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3600-ൻ്റെ 11/9 കാണുക. 11/9% കാണുക. ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ നമ്പർ എഴുതുക ഇൻറ്റു പെർസെൻറ്റേജ്. ഓക്കെ, 3600 ഇൻറ്റു 11/9%. ഇനി എന്ത് ചെയ്യുക, ഈ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റി എഴുതുക. 11/9-ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 11/9 ആണെങ്കിൽ 1/9 ആയിരിക്കും ഫ്രാക്ഷൻ വരുന്നത്. 11/1/9 ആണ് പെർസെൻറ്റേജ് എങ്കിൽ ഫ്രാക്ഷൻ വരുന്നത് 1/9 ആയിരിക്കും. 1/9 നമുക്ക് ക്യാൻസൽ ചെയ്യാം, 400 എന്ന് കിട്ടും അല്ലേ. ആൻസർ 400 എന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 14,400-ൻ്റെ 8/1/3% കാണുക. 8/1/3% ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം, 14,400 ഇൻറ്റു പെർസെൻറ്റേജ് 8/1/3%. ഇനി നോക്കുക, 8/1/3% മുമ്പേ നമ്മൾ പഠിച്ചതാണ്. 8/1/3% എന്ന് വെച്ചാൽ എത്രയാണ് ഫ്രാക്ഷൻ? 1/12 ആണ്. അപ്പം 14,400 ഇൻറ്റു 1/12 എത്ര കിട്ടും? 1,200 എന്ന് കിട്ടും. കാരണം 12ഉം 144 കൂടെ വെട്ടിക്കഴിഞ്ഞാൽ 12 കിട്ടും. 00 1,200 എന്ന് കിട്ടും. ഓക്കെ ആണോ? അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കിയേ. 8,000-ൻ്റെ 12/1/2% എത്ര? 12/1/2% എത്ര? 8,000-ൻ്റെ 12/1/2% എത്ര? എന്ത് ചെയ്യും? 8,000 ഇൻറ്റു പെർസെൻറ്റേജ് അല്ലേ, 12/1/2%. ഇനി ഈ പെർസെൻറ്റേജിന് എന്ത് ചെയ്യണം? ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 8,000 ഇൻറ്റു 12/1/2% ആയപ്പം 1/8. 8ഉം 8ഉം കൂടെ ക്യാൻസലായി 1000 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആൻസർ 1000. അപ്പോൾ 8,000-ൻ്റെ 12/1/2% എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1000 ആണ്. ഓക്കെ, അപ്പോൾ ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു.